കാടിൻ്റെ നിശബ്ദതയിൽ വള്ളികൾ ചുറ്റിപ്പിടിച്ച പുണ്യഭൂമിയിൽ കാലത്തിൻ്റെ ചുവടുകൾ ഇന്നും മാഞ്ഞു പോകാതെ കിടക്കുന്ന ഒരു ദൈവീക ഇടം. ഓണാട്ടുകരയുടെ ഹൃദയത്തിൽ ഭക്തിയുടെ ദീപങ്ങൾ ഒരിക്കലും കെടാതെ ജ്വലിക്കുന്ന ക്ഷേത്രം. അവിടെയാണ് ഭക്തരുടെ ഹൃദയത്തിൽ സ്വാമിയേ ശരണമയ്യപ്പ എന്ന നാമം നിറയ്ക്കുന്ന കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭുവും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ലോകങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന മഹാവീരനായ ശാസ്താവിനെ ഞാൻ പ്രണമിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തീർത്ഥയാത്രയിലേക്ക് നമുക്ക് ഏവർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാം. ഇന്ന് നാം സഞ്ചരിക്കുന്നത് കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്ത് പനച്ചമൂട് ജംഗ്ഷന് കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതനവും ആത്മീയ പ്രഭയുമുള്ള ക്ഷേത്രമാണ് കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം ഇന്നും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി ശ്രീ ധർമ്മശാസ്താവാണ്. ഉപദേവതകളായി ഗണപതി, ശിവൻ, രക്ഷസ്, യക്ഷി എന്നിവരും ഇവിടെ പ്രതിഷ്ഠിതരാണ്. ഐതിഹ്യങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ നിന്നൊരു ബ്രാഹ്മണ കുടുംബം ദക്ഷിണ കേരളത്തിലേക്ക് കുടിയേറി. അവർ എത്തിയത് കാടുകളും വള്ളികളും നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക്. അവിടെ അവർ ഒരു ഇല്ലം പണിതു ശാസ്താവിനെയും ആരാധനയ്ക്കായി പ്രതിഷ്ഠിച്ചു. കാലം കടന്നപ്പോൾ പ്രതിഷ്ഠകളുടെ ശക്തിയും മഹിമയും ഒക്കെ വർദ്ധിച്ചു. ദേശവാസികളുടെ സഹകരണത്തോടെ ഒരു ക്ഷേത്രം പണിതു. അങ്ങനെയാണ് കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ജന്മം കൊണ്ടത് എന്നാണ് വിശ്വാസം. കാട്ടുവള്ളിൽ എന്ന പേരിന്റെ പിന്നിൽ, കാട്ടുവള്ളിൽ എന്ന സ്ഥലനാമത്തിന് പിന്നിൽ അനേകം ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ചേർന്നിരിക്കുന്നു. ഒരു വിഭാഗം വിശ്വസിക്കുന്നത് മുമ്പ് കാടുകളും വള്ളികളും നിറഞ്ഞ പ്രദേശമായതിനാൽ കാട് വള്ളി എന്നതിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത് എന്നാണ്. മറ്റു ചില ചരിത്രകാരന്മാർ പറയുന്നത് ബുദ്ധമത കേന്ദ്രങ്ങളായിട്ടുള്ള പള്ളികളിൽ നിന്നാണ് കാട്ടുപള്ളി എന്ന പേര് കാലക്രമേണ കാട്ടുവള്ളിൽ ആയി മാറിയതാകാം എന്നും പറയുന്നു. മാവേലിക്കരയുടെ ചരിത്രത്തിൽ ബൗദ്ധ സാന്നിധ്യത്തിന്റെ തെളിവുകൾ ഉള്ളതിനാൽ ഈ നിരീക്ഷണത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ശബരിമലയിലേക്ക് കാൽനടയായി തീർത്ഥാടനം നടത്തിയിരുന്ന ഒരു കാലത്ത് ഭക്തർ വിശ്രമിച്ചിരുന്ന ഇടത്താവളമായിരുന്നു കാട്ടുവള്ളിൽ ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. അയ്യപ്പ ഭക്തരുടെ യാത്രയിൽ ആത്മീയ വിശ്രമ കേന്ദ്രമായി ഈ ക്ഷേത്രം പ്രവർത്തിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഇവിടുത്തെ മണ്ഡലകാലവും മകരവിളക്കും വളരെ ഭക്തി നിർഭരമായാണ് ആഘോഷിക്കപ്പെടുന്നത്. ശബരിമലയിലേക്ക് പോകുന്നത് പോലെ തന്നെ കെട്ടുനിറച്ച് ഈ ക്ഷേത്രത്തിലേക്കും എത്തുന്ന ചടങ്ങുകളും ഇപ്പോഴുമുണ്ട്. കേരളത്തിന്റെ തനതായ വാസ്തുശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ചതുരാകൃതിയിലുള്ള ശ്രീകോവിലാണുള്ളത്. നമസ്കാര മണ്ഡപം, നാലമ്പലം, ബലിക്കൽപുര, ചെമ്പുധ്വജം, ആനപ്പന്തൽ എന്നിവ ഭക്തരുടെ മനസ്സിൽ ഭക്തിയും ഭംഗിയും നിറയ്ക്കുന്നു. മകരമാസത്തിൽ ഉത്രം ആറാട്ടായി വരുന്ന വാർഷിക ഉത്സവമാണ് ഇവിടുത്തെ വലിയ ആഘോഷം. പറയെടുപ്പിന് ജീവിതമേൽ ദേവൻ എഴുന്നള്ളുന്ന ദൃശ്യങ്ങൾ ഭക്തിയുടെ അതുല്യ അനുഭവമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി യുവജന സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രശസ്ത ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള പകൽപൂരവും ഇവിടെ നടക്കുന്നു. പഞ്ചവാദ്യത്തിന്റെ നാദത്തിൽ നെറ്റിപ്പട്ടമണിഞ്ഞ ഗജവീരന്മാരുടെ നടപ്പിൽ ഭക്തർ അനുഭവിക്കുന്നത് ഒരു ദൈവീക ലോകം തന്നെയാണ്. കാടിൻ തണലിൽ കാവലായി നിൽക്കുന്നോൻ, കനിവിൻ കരുണയിൽ ഭക്തരെ ചുംബിക്കുന്നോൻ, ശരണഘോഷങ്ങൾ കാറ്റിൽ ലയിക്കുമ്പോൾ ശാസ്താവിൻ പാദം മനസ്സിൽ തെളിയുന്നു. കാട്ടുവള്ളിൽ ശാസ്താവ് ഭക്തർക്ക് വെറും ദൈവമല്ല, അവൻ വിശ്വാസമാണ്, അവൻ ആശ്വാസമാണ്, അവൻ ശരണം തന്നെയാണ്. ജീവിതത്തിൻ്റെ ഇരുളുകളിൽ ഒരു ദീപം പോലെ അയ്യപ്പസ്വാമി ഭക്തരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരാത്മജം ദേവം, ശരണാഗത വത്സലം, ഭക്താനുഗ്രഹ കർത്താരം, അയ്യപ്പം പ്രണമാമ്യഹം. കാലം മാറിയാലും കാടുകൾ നഗരങ്ങളായാലും ഭക്തരുടെ വഴികൾ ഒരിക്കലും അടയുന്നില്ല. മാവേലിക്കരയുടെ മണ്ണിൽ ശരണമന്ത്രങ്ങളുടെ അനുനാദമായി ഇന്നും നിലകൊള്ളുന്നു കാട്ടുവള്ളിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഒരു പ്രാവശ്യം ഇവിടെ എത്തുന്നവർ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ദൈവീക ആകർഷണമാണ്. ഇത് തീർത്ഥയാത്ര, ക്ഷേത്രങ്ങളിലൂടെ ആത്മാവിൻ്റെ യാത്ര. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്നത്തെ നമ്മുടെ ഈ തീർത്ഥയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള
വിശേഷ ക്ഷേത്രങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് തീർത്ഥയാത്ര നടത്താം. നന്ദി, നമസ്കാരം, ശുഭദിനം.